നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കര എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം. മലയാളി എന്നും ഗമയുടെ കോലം ഏഷണിശീലം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം. വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. അതുല്യമായ രൂപഭംഗിയിൽ നെയ്തെടുത്ത പവിത്രമായ മംഗല്യപ്പട്ടുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൽ 50,000-ലധികം സ്ക്വയർ ഫീറ്റിൽ അപൂർവ സുന്ദരങ്ങളായ സാരികളുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. SilverVideoUSA.com. For Malayalam movies, DVDs and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. ഞാൻ ഈ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ വിചാരിക്കുന്നതാണ് നമ്മുടെ ഈ സിൽവർ ജൂബിലി ഒന്ന് കൊഴുപ്പിക്കണമെന്ന്. അങ്ങനെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾ വഴി വളരെ പരിശ്രമിച്ചിട്ടാ സരോജ് കുമാറിനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ വക്കച്ച സരോജ് കുമാർ ഇവിടെ ആയിരിക്കുമല്ലോ താമസിക്കുന്നത്, പിന്നെ എങ്ങനെ പരിപാടിയൊക്കെ? വരുന്ന മാസം 28-നാ പ്രോഗ്രാം തീരുമാനിച്ചിരിക്കുന്നത്. 27 തന്നെ സരോജ് കുമാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് എന്റെ പ്ലാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവരും കൂടെ വൈകിട്ട് ഇവിടെ അങ്ങ് കൂടാം. കാര്യം ഞാൻ പുള്ളിയോട് ഫോണിലൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അല്ല വക്കച്ച, ഈ സരോജ് കുമാർ ആരുടെ വീട്ടിൽ താമസിക്കത്തില്ല, 5 സ്റ്റാർ ഹോട്ടലൊക്കെ താമസിക്കുന്നില്ല ഞാൻ കേട്ടിരിക്കുന്നത്. എന്റെ കൂടെ താമസിക്കാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹബന്ധവും കൊണ്ടാണ്. പിന്നെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. കേട്ടോ വക്കച്ച, ഞങ്ങൾക്ക് സരോജ് കുമാറിന്റെ കൂടെ ഒന്നൊരു ഫാമിലി ഫോട്ടോ എടുക്കണം. അതിനെന്താ വക്കച്ച, ഒരു കാര്യം ചെയ്യേ, സരോജ് കുമാറിന്റെ ലഞ്ച് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിലാവട്ടെ. അവിടെ റെസ്റ്റ് എടുത്തിട്ട് പരിപാടിക്ക് പോവുകയും ചെയ്യാം. ഞങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തോളാന്നേ. കൊള്ളാമല്ലോ മറിയാമ്മേ. തോമാച്ചൊരു ഫോട്ടോ എടുത്താൽ മതി. മറിയാമ്മയ്ക്ക് സരോജ് കുമാറിന്റെ കൂടെ റെസ്റ്റ് എടുക്കണമെന്ന് നടക്കുന്ന കാര്യമാ. അവിടെ അത് ഇതൊക്കെ പറയും വക്കച്ച, ഞങ്ങൾക്ക് വീട്ടിൽ വന്നില്ലെങ്കിലും വേണ്ടത് ഒരു ഫോട്ടോ എടുത്താൽ. തോമാച്ചനൊന്ന് സമാധാനപ്പെടും. ഇന്ന് വക്കച്ചൻ സരോജ് കുമാറിനോട് സംസാരിക്കുമ്പോൾ ആ കാര്യം ഞാൻ പറയാമെന്നേ. സമയം ഒത്തിരിയായി, നമുക്ക് ഇറങ്ങണ്ടേ. പിന്നെ വിവരങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് അറിയിക്കണം കേട്ടോ. ഓക്കെ, ശരി മറിയാമ്മേ, ഞാനെല്ലാം അറിയിച്ചോളാം നിങ്ങളെ. ശരി വക്കച്ചു, നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് 4 പേര് കൂടുന്നിടത്ത് പറയാമല്ലോ സരോജ് കുമാർ വക്കച്ചന്റെ ആത്മസുഹൃത്താണെന്ന്. വക്കച്ച, ജോണി പറഞ്ഞ സത്യമാ. പിന്നെ വക്കച്ച, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് ഞാൻ പറയാതെ തന്നെ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു എന്റെ പുതിയ കടല ഉദ്ഘാടനം ഈ 22 നടത്തിയാലോ എന്ന്. വക്കച്ചിനും ഗ്രേസി സരോജ് കുമാറായിട്ട് വരണം. വേറൊന്നും വേണ്ട, ചുമ്മാതെ കടയിലൊന്ന് വന്ന് പോയാൽ മതിയല്ലേ. നല്ല പബ്ലിസിറ്റി ആയിരിക്കും എന്റെ കടയ്ക്ക്. ആൾക്കാർ ഇടിച്ചു കയറും, വക്കച്ചനും കൂടെ കിട്ടും. നാട്ടുകാരെല്ലാം പറയത്തില്ലയോ വക്കച്ചന്റെ ആത്മസുഹൃത്താ സരോജ് കുമാർ എന്ന്. എന്നാ ജോണി ഇപ്പൊ ചെല്ല്,
ഞാൻ സരോജ് കുമാറുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വക്കച്ചന് സരോജ് കുമാറുള്ള ബന്ധം വെച്ച് നോക്കിയാൽ വക്കച്ചൻ പറഞ്ഞാൽ സരോജ് കുമാറിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, സരോജ് കുമാറുമായിട്ട് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? പിന്നെ എന്ത് ബന്ധം? ഒരിക്കലും അത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സിനിമ കണ്ടുള്ള ബന്ധം അല്ല, ഒരിക്കലെങ്കിലും നിങ്ങൾ സരോജ് കുമാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എടി, നീ ഇനി ഇതാരോടും വിളംബരം ചെയ്യാനൊന്നും പോകണ്ട. എന്റെ അസോസിയേഷൻ പ്രസിഡന്റ് സാരം അങ്ങ് പോകുവേ. തന്നെയല്ല, കണ്ടിട്ടില്ല എന്ന് വെച്ച് കണ്ടില്ല അറിയില്ല എന്ന് ഇനി മാറ്റി പറയാൻ ഒക്കുവോ? അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നതേ, സരോജ് കുമാറും നിങ്ങളും ഒരു ഇലയിലുണ്ട് ഒരു പായിൽ കിടന്നുറങ്ങുന്ന അത്ര ബന്ധമുണ്ടെന്നാ. എടി, അതൊക്കെ അതേ ഇവിടെ വന്നു കഴിയുമ്പോ താനെ ഉണ്ടാകുന്നേ. അതെങ്ങനെ? അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു, നമ്മുടെ കൂടെ താമസിപ്പിക്കുന്നു. അത് തോമാച്ചൻ പറയുന്ന കേട്ടില്ലേ, അങ്ങേര് 5 സ്റ്റാർ ഹോട്ടലിലെ താമസിക്കുമെന്ന്. അതൊക്കെ പറഞ്ഞ് ശരിയാക്കാവുന്നേ. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിനേക്കാൾ സൗകര്യമില്ല നമ്മുടെ വീട്ടില്. നല്ലൊരു ഡിന്നർ റെഡിയാക്കാവെന്ന് പറയാം. അതെങ്ങനെ? എടി, അങ്ങേര് വലിയ തീറ്റുപ്രിയനാണ്. നല്ല ഭക്ഷണം കിട്ടിയാൽ അടിച്ചു വിടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങേര് വരുമ്പോ നമുക്ക് നല്ലൊരു ഡിന്നർ റെഡിയാക്കണം. അത് ഞാൻ ഏറ്റു. നല്ല കാര്യമായി. എടി ഗ്രേസി, ഞാൻ പറഞ്ഞ നല്ല രുചിയുള്ള ഭക്ഷണത്തിന്റെ കാര്യമാ, അല്ലാതെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമല്ല. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നിന്റെ ഭക്ഷണം കഴിച്ചാ അങ്ങേര് ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകും. ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഇടപാട് ചെയ്തോളാം. അല്ല വക്കച്ച, അങ്ങേര് കള്ളു കുടിക്കുമോ? എന്റെ ഗ്രേസി, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ കുടിക്കാതിരിക്കുവോ? പിന്നെ നമ്മളെ പോലെ ഇത്രയും വില കുറഞ്ഞ കള്ളൊന്നും കുടിക്കുകയില്ല. എന്തിനാ വില കുറഞ്ഞ കള്ള്? ഏറ്റവും നല്ലതും ഏറ്റവും വില കൂടിയത് തന്നെ വാങ്ങണം. വില കൂടിയ കള്ളും നല്ലൊരു ഡിന്നറും ഒക്കെ കൊടുത്ത് സരോജ് കുമാറുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി എടുക്കണം. ഇതിനൊക്കെ കാശ് ഒത്തിരി ആകുവേ? ഓ, അതൊന്നും സാരമില്ല വക്കച്ച. സൂപ്പർ സ്റ്റാറുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമുക്കൊരു വിലയും നിലയും ഉണ്ടാവില്ലേ? എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ഞെളിഞ്ഞ് നടക്കണം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തോളാ സരോജ് കുമാറിന് കേട്ടപ്പം എന്ത് വേണമെങ്കിലും ചെലവാക്കാൻ പറയുന്നത്. ദേ, നിങ്ങൾ എന്തായി ആലോചിക്കുന്നത്? ഞാനേ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് സരോജ് കുമാർ നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെയാ. അവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ പോയി ഫുഡിന്റെ കാര്യം അറേഞ്ച് ചെയ്യാം. നമ്മുടെ ത്രിവേണിയിലെ ഭക്ഷണം നല്ലതെന്നാ പറഞ്ഞു കേൾക്കുന്നത്. അവരെ തന്നെ അങ്ങ് ഏൽപ്പിക്കാം അല്ലേ? പിന്നെ വക്കച്ച, നമുക്ക് നാളെ ഒന്ന് ഷോപ്പിങ്ങിന് പോണം. എന്നാ വാങ്ങാനാ? ഓ, എനിക്ക് ഇവിടെ ഒക്കെ ഒന്ന് നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ. 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? സമയം 6 കഴിഞ്ഞല്ലോ. ഇനിയും പ്ലെയിൻ ലേറ്റ് ആയതാന്നോ? അല്ലെങ്കിൽ ചിലപ്പോ എയർപോർട്ടിൽ വന്നപ്പോ ആൾക്കാരെല്ലാം കൂടെ ഫോട്ടോ എടുക്കുമായിരിക്കും. ഇനി ഇങ്ങോട്ട് വരാതിരിക്കോ? അതേതായാലും അല്ല. പക്കത്തിനും സരോജ് കുമാറും വലിയ സുഹൃത്തുക്കളാണെന്നല്ലേ പറഞ്ഞത്? അല്ല, സരോജ് കുമാർ സാറിന് ആരുടെയും വീട്ടിൽ പോകാറില്ല, ഹോട്ടലിലേക്ക് കിടക്കുള്ളൂന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ കൊച്ചിലെ തൊട്ടുള്ള ബന്ധം അങ്ങനെ മറക്കാൻ ഒക്കുമോ? വക്കച്ചന്റെ അടുത്ത് എന്തായാലും വരാതിരിക്കില്ല. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. തോമാച്ച, ഇത് രണ്ടുപേരും കൂടെ അടിച്ചു പൊളിച്ചാണല്ലോ വരവ്. അത് സൂപ്പർ സ്റ്റാർ അല്ലേ വരുന്നത്? കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ നമ്മൾ ഷൈൻ ചെയ്യണ്ടേ? ഗ്രേസി ഭയങ്കര തിരക്കിലാണല്ലോ. എങ്ങനെ തിരക്കില്ലാതിരിക്കും എന്റെ തോമാച്ച? കണ്ടില്ലേ മേശപ്പുറത്തിരിക്കുന്നതെല്ലാം? ഇതെല്ലാം ഗ്രേസി തന്നെ ഉണ്ടാക്കിയതാണോ? പിന്നല്ലാതെ, എന്നെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? വെളുപ്പിനെ തുടങ്ങിയതാ എന്റെ പണി, ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ അവര് വരാൻ താമസിക്കുന്നത് നല്ലൊരു കാര്യമാ. എന്റെ പണിയൊക്കെ ഒന്ന് തീർന്നു കിട്ടുമല്ലോ. എന്നതാ ഉണ്ടാക്കിയത്? സരോജ് കുമാർ സ്പെഷ്യൽ എന്നതാ? ഓ, അദ്ദേഹം ഒരു ആഹാരപ്രിയനായതുകൊണ്ട് എല്ലാവിധ ഭക്ഷണങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ട വേണ്ട, അത് സരോജിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. അദ്ദേഹം കഴിച്ചു കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലേ ഈ അച്ചായൻ ഇങ്ങനെ ആഹാരം കണ്ട അപ്പം കമന്ന് വീഴും. അതെ, മറിയാമ്മ വല്ലതും രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാത്തോണ്ടല്ലേ തോമാച്ചിന് ഈ വെപ്രാളം. എന്നാല് ഒരെണ്ണം വിട്ടിട്ട് നിൽക്കാം. അതിലോട്ടൊന്നും നോക്കുക പോലും വേണ്ട. അത് അദ്ദേഹത്തിന് മേടിച്ച വില കൂടിയ കള്ള. നിങ്ങൾക്കുള്ളതേ വക്കച്ചൻ വേറെ അകത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വക്കച്ചൻ ഇത് എവിടെ പോയി കിടക്കുക? ചിലപ്പോ എയർപോർട്ടിൽ നല്ല തിരക്കായിരിക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ആരും തിരക്ക് പിടിക്കില്ല. എല്ലാവർക്കും സൗകര്യം ഉണ്ടാക്കിയിട്ട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും സൗകര്യം ഉണ്ടാക്കി. പ്ലീസ് ഒന്ന് മാറിയുന്നേ. അടുത്ത പടം പറയുന്നുണ്ട്, ഇപ്പൊ പേരിട്ടിട്ടില്ല. അത് റിലീസായിട്ടേ പറയാൻ പറ്റത്തുള്ളത്. പടമൊക്കെ ഞങ്ങൾ വീണ്ടും കാണാറുണ്ട് കേട്ടോ. താങ്ക് യു. ഞങ്ങളുടെ ഫോട്ടോ എടുത്തപ്പോ ഞങ്ങളുടെ സൂപ്പർമാനോട് ഫോട്ടോ എടുത്തില്ലേ? പറഞ്ഞ പോലെ എന്റെയും പോയി 60 പോയി 100 പോയി. ഇന്ന് നമ്മോടൊപ്പം ചെലവഴിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന് ഈ വീട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. സരോജ് കുമാറിന് രുചികരമായ ഭക്ഷണത്തോടുള്ള പ്രിയം വളരെ പ്രസിദ്ധമാണ്. എന്റെ ഭാര്യ ഗ്രേസി ഇന്ന് വെളുപ്പിനെ മുതൽ സാറിന് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭക്ഷണമെല്ലാം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? 19 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടല്ലോ. അത് സാറിന് എത്രയും കഴിക്കാമോ അത്രയും കഴിച്ചാ മതി. ആദ്യം സാർ ഒരു ഡ്രിങ്ക് എടുക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ക്ഷമിക്കണം, എല്ലാ ഭക്ഷണവും കഴിക്കുന്നതൊന്നും ശരിയാണ്. രുചിയുള്ള എന്തും കഴിക്കും. പക്ഷേ ഇപ്പൊ കഴിക്കാൻ മേല. കഴിഞ്ഞ മാസം എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു, അതിന്റെ ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ട് ഞാനിപ്പോ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്, സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. അത് കഷ്ടമായല്ലോ. ഏതായാലും ഒരു ഡ്രിങ്ക് എടുക്കാം നമുക്ക്. അയ്യോ ക്ഷമിക്കണം, കള്ള് കൈകൊണ്ട് പോലും തുടരുന്നതാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊക്കെ സാർ പിന്നെന്തോ കഴിക്കുന്നേ? അതിനെന്താ, നിങ്ങൾ ഇതൊക്കെ കഴിക്കണം. എന്റെ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ ഫ്രണ്ട് ആന്റണി കഞ്ഞിയും പയറും വെച്ച് എന്നെ നോക്കി കാത്തിരിക്കുക. അദ്ദേഹം വന്ന ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് പോകും. അപ്പം സാറ് ഞങ്ങളുടെ കൂടെ അല്ലേ താമസിക്കാൻ പോകുന്നത്? അല്ല, ഇവിടെ താമസിക്കുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. ആന്റണിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ നാളെ സമയമാകുമ്പോൾ ഞാൻ ഹോളിലേക്ക് വന്നേക്കാം. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കള്ളിന് 350, ത്രിവേണിയിൽ 650, മറ്റു ചെലവുകൾ വേറെ. എല്ലാവരും വന്നിരുന്ന് മൂക്കുമുട്ട തിന്നച്ചും വയറ് വേറെ കുടിച്ചിട്ടും പോയി. എല്ലാം കൂടെ ഒരു $2500 അങ്ങ് മാറി കിട്ടി. തീർന്നോ? നിന്റെ ഡെക്കറേഷനും കൊക്കറേഷനും അത് വേറെ. എന്ത് ഡെക്കറേഷൻ? ഇനി ഞാൻ ഡെക്കറേഷൻ മേടിച്ചതിനാ കുറ്റം. ഞാൻ അന്നേ നിങ്ങളോട് ചോദിച്ചല്ലേ ഇതെല്ലാം ശരിയാകുമോ എന്ന്. അന്നൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? എല്ലാം ശരിയാകുമടിന്ന്. എന്നിട്ടിപ്പൊ എന്തായി? എന്റെ കർത്താവേ, ഞാൻ എന്റെ കൂട്ടുകാരുടെ മുന്നിൽ എങ്ങനെ മുഖം കാണിക്കും? വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. അതുല്യമായ രൂപഭംഗിയിൽ നെയ്തെടുത്ത പവിത്രമായ മംഗല്യപ്പട്ടുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൽ 50,000-ലധികം സ്ക്വയർ ഫീറ്റിൽ അപൂർവ സുന്ദരങ്ങളായ സാരികളുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല.